പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിഷയായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ ക്രിസ്തീയ വിശ്വാസി ഈ ഭൂമിയിൽ പാപങ്ങൾ ചെയ്തു പോകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പശ്ചാത്താപം ഉണ്ടാകണം. കാരണം നമ്മുടെ കർത്താവായ യേശു മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റിനൊരു ചെറു പശ്ചാത്താപം ഉണ്ടായാൽ മാത്രമേ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൃപകളും സ്നേഹങ്ങളും കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റും ശരിയുള്ള തിരിച്ചറിവും ഒരു ബോധം നമുക്ക് നൽകും. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥനയോടെ വ്യക്തിയാണെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വിശ്വാസപൂർവം കർത്താവിലേക്ക് നോക്കി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന തോമാശ്ലീഹയുടെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കർത്താവായ യേശു മിശിഹ സ്വർഗത്തിൽ നിന്നും ഇടപെടും. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ പ്രാർത്ഥനയിലും അവൻ്റെ ജീവിത ശൈലിയിലും നമുക്ക് മനസ്സിലാകും. അവൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു കൊടുക്കും ശരി എന്തെന്നും തെറ്റെന്തെന്നും, ശരിയുടെ മാർഗം എന്താണെന്നും തെറ്റിൻ്റെ മാർഗം എന്താണെന്നും. ഒരു നന്മ ചെയ്താൽ എന്തായിരിക്കും നിങ്ങൾക്കതിന് അനുഗ്രഹം, തിന്മ ചെയ്താൽ എന്തായിരിക്കും അത് പ്രതിഫലം എന്ന് ദൈവം തന്നെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടുത്തി കൊടുക്കും. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ മനസ്സിൽ ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ ആ തെറ്റ് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധമുണ്ടാവും. പക്ഷെ ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ അതെപ്പോഴും നമുക്ക് സന്തോഷത്തിനും ഒരു അനുഗ്രഹത്തിനും കാരണമാണ്. എൻ്റെ കർത്താവേ, ഇന്നൊരു നന്മ എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ, ഈ നന്മ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് എൻ്റെ വിജയമല്ല, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച് സ്വർഗത്തിൻ്റെ പിതാവിൻ്റെ വിജയമാണ്. ഭൂമിയിൽ ഞാൻ എന്ത് നന്മ ചെയ്യുമ്പോൾ അത് പിതാവിൻ്റെ വിജയമാണ്. എൻ്റെ ഭൂമിയിൽ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ തിന്മ ചെയ്യുമ്പോൾ ഇത് സ്വർഗത്തിൻ്റെ വിജയമല്ല, നേരെ മറിച്ച് കർത്താവായ യേശു മിശിഹായുടെ പരാജയമാണ്. കാരണം ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ മക്കളുടെ മേൽ അനുഗ്രഹം നൽകുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നത് പോലെ തന്നെ ഭൂമിയിൽ നമ്മൾ സന്തോഷിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഈ ഭൂമിയിൽ നിന്നും പാപത്തിന് മേൽ പാപം ചെയ്യുമ്പോൾ ഞാനല്ല തോൽക്കുന്നത്, ഞാൻ അനേകം വ്യക്തികളുടെ മുമ്പിൽ എൻ്റെ കർത്താവായ യേശു മിശിഹ പരാജയപ്പെട്ടു എന്നാണ് ഒരു സന്ദേശം ഞാൻ നൽകി വെക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ രക്ഷകനായ നാഥനും ഗുരുവുമായ യേശു മിശിഹ എവിടെയും ഇന്നേ വരെ തോറ്റിട്ടില്ല. കർത്താവ് നമ്മൾക്ക് വേണ്ടി, നമ്മൾ വിജയിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ വന്നപ്പോഴും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ മക്കളെ എനിക്ക് രക്ഷപ്പെടുത്തണം, എൻ്റെ മക്കളെ എനിക്ക് സൗഖ്യപ്പെടുത്തണം, എൻ്റെ മക്കളുടെ ജീവിതം ധന്യമാക്കണം, എൻ്റെ മക്കളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹമായി തീരണം. എൻ്റെ മക്കളിലേക്ക് സ്വർഗത്തിൽ നിന്നും പ്രകാശം കടന്നു വരുമ്പോൾ, സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ എൻ്റെ മക്കൾ കൂടുതൽ അനുഗ്രഹമായി തീരും. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ പശ്ചാത്താപം. ഈ പശ്ചാത്താപം ഉണ്ടായാൽ മാത്രമേ അത് മാനസാന്തരത്തിലേക്കും, ഈ മാനസാന്തരമാണ് കൂടുതൽ ദൈവസ്നേഹത്തിലേക്കും ദൈവകൃപയിലേക്കും ചേർക്കപ്പെടും. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കാം. പഴയ നിയമത്തിൽ നമ്മൾ ആദ്യത്തെ സംഭവം നമ്മൾ ചിന്തിക്കാം. ആദവും അവൻ്റെ മക്കൾ അല്ലെങ്കിൽ കായനും ആബേലും. കായൻ തൻ്റെ സഹോദരനെ ഇല്ലാതാക്കിയപ്പോൾ, കൊന്നുകളഞ്ഞപ്പോൾ, കായൻ ഭയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പോലും ദൈവം പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തിയും ആരും തന്നെ നിന്നെ മുറിവേൽപ്പിക്കത്തില്ല, ആരും തന്നെ നിന്റെ ആത്മാവിനെ തൊടത്തില്ല, ആരും തന്നെ നിന്നെ നശിപ്പിക്കത്തില്ല. നമ്മളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടായിരിക്കും ദൈവം ഈ ഒരു സന്ദേശം കായന് നൽകിയത്? ഒരു സമയത്ത് നമ്മൾ കണ്ണിൻ്റെ പകരം കണ്ണും പല്ലിൻ്റെ പകരം പല്ലും പറഞ്ഞു നടക്കുമ്പോൾ ഇവിടെ അതേ ഭാഗത്തിൽ ഒരു വ്യക്തി സ്വന്തം സഹോദരനെ, സ്വന്തം രക്തത്തെ ഇല്ലാതാക്കുമ്പോൾ ദൈവം വീണ്ടും അവനോട് കരുണ കാണിക്കുകയാണ്. കാരണം എന്താണെന്നോ, ദൈവം ഒരു അവസരം ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. പശ്ചാത്തപിക്കണം, അനുദപിക്കണം, ചെയ്ത പാപത്തിനെക്കുറിച്ച് നീ ചിന്തിക്കണം. തിരിച്ച് കർത്തൃസന്നിധി നിനക്ക് വേണ്ടി, നിനക്കായി തുറന്നു വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്രത്തോളം നമ്മൾ ചെയ്തിട്ടും, പഴയ നിയമത്തിൽ നമുക്ക് ജോസഫിൻ്റെ കഥ നോക്കാം. അവൻ ചെയ്ത ഒരു തെറ്റും ചെയ്തില്ല, എന്നാൽ പോലും അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ പോലും ഒരു സംഭവം, ആ നാട്ടിൽ ഒരു വലിയ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം ജോസഫിനെ തന്നെയാണ് ദൈവം ഈ ജനത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടു നിർത്തിയത്. പ്രിയമുള്ളവരെ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെങ്കിലും രണ്ട് കാര്യങ്ങൾ ഇത് സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ എത്ര നന്മ ജീവിച്ചാലും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരും.
തകർച്ചകൾ വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ചാൽ ദൈവം സ്വർഗത്തിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങളും ദൈവം കൂടുതൽ കൃപകളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ തകർച്ചയുടെ ഇടയിൽ ഞാൻ ദൈവത്തെ വിളിച്ച് സ്തുതിക്കുമ്പോൾ, ദൈവത്തോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് എനിക്ക് വീണ്ടും 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 അവസരം നൽകുന്നു. എൻ്റെ മക്കളെ ഞാൻ തകർക്കത്തില്ല, എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും വിവേക്ഷിക്കത്തില്ല. ഏതവസ്ഥയിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും എൻ്റെ മക്കളോടൊപ്പം ഞാൻ നിൽക്കും. പ്രിയമുള്ളവരെ, പാപം ചെയ്യുന്നവൻ എപ്പോഴും തകർക്കപ്പെടും, നശിക്കപ്പെടും എന്ന സുവിശേഷത്തിൽ എഴുതുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? യോന തെറ്റിയതു, കർത്താവിൽ നിന്നും അകന്നുപോയി. കർത്താവിൽ നിന്നും അകന്നുപോയതാണ് അവൻ്റെ ജീവിതത്തിലെ തെറ്റ്. അവൻ വേറെ രാജ്യത്തിലോ വേറെ വാഹനത്തിലോ വേറെ വഞ്ചിയിൽ കയറി എന്നല്ല, അവൻ കർത്തൃസന്നിധിയിൽ നിന്നും കർത്താവിന്റെ പ്രകാശത്തിൽ നിന്നും അകന്നുപോയതാണ് അവൻ്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റ്. ഈ അകൽച്ചയാണ് അത്, കർത്താവിൽ നിന്നും അകൽച്ചയാണ് അവൻ്റെ ജീവിതത്തിൽ തെറ്റ്. സ്നേഹബന്ധത്തിലും ഈ അകൽച്ചയാണ് തകർച്ച വരുന്നത്. ഈ രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഈ അകൽച്ച വരുമ്പോഴാണ് അവിടെ വിശ്വാസം കുറവുണ്ടാവുന്നത്. അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഇടയിൽ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ മനസ്സ് അകന്നുപോയി. പ്രിയമുള്ളവരെ, ഈ അകൽച്ചയാണ് യോന, കർത്താവിൽ നിന്ന് അകൽച്ചയാണ് അവൻ്റെ തിമിംഗലത്തിൻ്റെ ഉദരത്തിലേക്ക് അവൻ 3 ദിനരാത്രങ്ങൾ വസിക്കേണ്ടി വന്നത്. അതായത് ഈ 3 ദിനരാത്രങ്ങൾ ദൈവം അവന് നൽകിയത് മാനസാന്തരത്തിനും അനുതാപത്തിനുള്ളൊരു സമയമാണ്. പ്രിയമുള്ളവർ, നമ്മുടെ എല്ലാ ജീവിതത്തിലും ഈ യോനയ്ക്കുണ്ടായ പോലെ ഒരു അനുഭവം ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമില്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നില്ല. എവിടെ കണ്ടാലും നമുക്ക് സങ്കടമാണ്, എവിടെ കണ്ടാലും നമുക്ക് ദുഃഖമാണ്. ഈ സങ്കടത്തിനും ദുഃഖത്തിൻ്റെ ഇടയിൽ ദൈവം വീണ്ടും നമുക്ക് അവസരം തരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കും, പ്രാർത്ഥിക്കും, കർത്തൃസന്നിധി നിങ്ങൾക്ക് വേണ്ടി എല്ലാം അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം, ഈ പശ്ചാത്തപിക്കുന്ന ജീവിതം, അതെന്നും മാനസാന്തരത്തിലേക്കും, മാനസാന്തരം എന്നും ദൈവകൃപയിലേക്കും, ദൈവകൃപ എന്നും കർത്തൃസന്നിധിയിലേക്കും നമ്മളെ ചേർക്കും. ഈ മാനസാന്തരമാണ് ഓരോ വിശ്വാസിന്റെ ജീവിതത്തിലും കർത്താവായ യേശു മിശിഹ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു മിശിഹ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ നീ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് കർത്താവിനോടൊപ്പം സമയം ചെലവഴിച്ചാൽ മതി. പക്ഷെ നിന്റെ ജീവിതത്തിൽ നീ അനുദിനം നീ മാനസാന്തരപ്പെടുന്നുണ്ടോ? നിന്റെ ശരീരവും നിന്റെ ആത്മാവും മാനസാന്തരപ്പെടുന്നുണ്ടോ? നിന്റെ ശരീരവും നിന്റെ ആത്മാവും കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ പൂർണ്ണമായി സമർപ്പിക്കുന്നുണ്ടോ? നിന്റെ ശരീരവും നിന്റെ ആത്മാവും കർത്തൃ സന്നിധിയിൽ പ്രകാശത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കർത്തൃസന്നിധിയിൽ നമ്മൾ എത്ര ഇറങ്ങി ചെന്നാലും അത്രമേൽ കൃപയ്ക്ക് മേൽ കൃപയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഓരോ വ്യക്തിന്റെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങളും ദൈവകൃപകളും മാത്രമാണ് കർത്താവായ യേശു മിശിഹ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, സൗൽ ഇപ്പൊ സഭയിൽ പൗലോസ് എന്നറിയപ്പെടുന്ന വ്യക്തി, ഒരു സമയത്ത് കർത്താവിന് എതിരെ നിന്നവൻ ഇന്ന് കർത്താവിന്റെ പക്ഷത്തിൽ നിൽക്കുന്നു. കർത്താവിന് വേണ്ടി പീഡിപ്പിക്കുകയും വിശ്വാസികളായ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവൻ ഇന്ന് സഭയിൽ പൗലോസിന്റെ ഒരു ലേഖനം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് മാനസാന്തരം, ഇതാണ് അനുതാപം. കർത്തൃസന്നിധിയിലേക്ക് സത്യദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, സത്യവിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട്, പാപത്തിനെ എല്ലാം ത്യജിച്ചു കളഞ്ഞുകൊണ്ട്, പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും എന്നേക്കും നമ്മൾ എടുത്തു മാറ്റപ്പെടുകയും ദൈവിക കൃപയിൽ ജീവിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ കൃപകളും ധാന്യങ്ങളും നൽകുമ്പോൾ ഇത് അനുഗ്രഹമായി തീരാൻ വേണ്ടി കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, അനുതാപത്തിൽ ജീവിക്കാം. ഈ അനുതാപം നമ്മളെ എന്നും കർത്തൃസന്നിധിയിലേക്ക് നയിക്കപ്പെടും. കർത്താവിന്റെ മുമ്പാകെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു 3 ദിവസത്തെ നോയമ്പ് ഇവിടെ തീരുമ്പോൾ ഈ നോയമ്പ് വഴി നമുക്ക് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോട് കർത്താവിന്റെ സന്നിധിയിൽ സ്നേഹത്തോടെ ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.